വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നടപ്പാക്കുന്ന ഭവന പദ്ധതി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മേപ്പാടി മുട്ടിൽ റോഡിൽ വെള്ളിത്തോട് പ്രദേശത്ത് ദുരിതബാധിതർക്കായി വാങ്ങിയ ഭൂമിയിൽ തോട്ടം ഭൂമിയാണെന്ന് പരാതി ഉയർന്നതോടെയാണ് പദ്ധതി പ്രതിസന്ധിയിലായി പോയത്. ഇതിനിടയിൽ വിപണി വിലയേക്കാൾ ഇരട്ടി വിലയ്ക്ക് ഈ ഭൂമി വാങ്ങിയെന്ന ആരോപണവും ലീഗിനുള്ളിൽ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്നാൽ ജന്മപട്ടയം കിട്ടിയ ഭൂമിയാണെന്നും നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഉയർന്ന വില കൊടുത്ത് ഭൂമി വാങ്ങിയതെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം. നമുക്കൊരു റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മേപ്പാടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മുട്ടിൽ റോഡിനോട് ചേർന്ന് വെള്ളിത്തോടാണ് 105 വീടുകൾ നിർമ്മിക്കുന്ന ഭവന പദ്ധതി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നടപ്പാക്കുന്നത്. 40 കോടിയിലധികം രൂപ ഇതിനായി സമാഹരിക്കുകയും ചെയ്തു. എന്നാൽ പദ്ധതിക്കായി വാങ്ങിയ 11 ഏക്കർ ഭൂമിയിൽ 10 ഏക്കർ സ്ഥലവും തോട്ടം ഭൂമിയാണെന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. പദ്ധതി പ്രദേശം തോട്ടം ഭൂമിയാണെന്ന തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്മേൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടി. ലീഗിന് ഭൂമി കൈമാറി 5 പേരോട് ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ലാൻഡ് ബോർഡ് നോട്ടീസ് അയച്ചു. ഹിയറിംഗ് നടത്തി രേഖകളുടെ ആധികാരികത ലാൻഡ് ബോർഡ് പരിശോധിക്കും. ഇതോടെയാണ് പദ്ധതി പ്രതിസന്ധിയിലായത്. മുട്ടിൽ നിന്നും 5 കിലോമീറ്റർ വന്നാൽ വെള്ളിത്തോടാണ് മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതി നടപ്പാക്കുന്നത്. റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് 105 ഭവനങ്ങൾ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തികൾ, നിലമൊരുക്കുന്ന പ്രവർത്തികൾ മാത്രമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ നിലവിൽ ഈ പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ എന്ന് നിർമ്മാണം തുടങ്ങാനാകുമെന്ന ഒരു കാര്യം ഇതുവരെ മുസ്ലിം ലീഗ് നേതൃത്വം വെളിപ്പെടുത്തിയിട്ടില്ല. ഏപ്രിൽ 29 തറക്കല്ലിട പദ്ധതി 8 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചത്. എന്നാൽ ഇതുവരെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മഴക്കാലമായതുകൊണ്ടാണ് നിർമ്മാണം തുടങ്ങാത്തതെന്നും പദ്ധതി വൈകില്ലെന്നുമാണ് നേതാക്കൾ പറഞ്ഞിരുന്നത്. തോട്ടഭൂമി വാങ്ങിയെന്ന പരാതി ഉയർന്നതോടെ വീട് നിർമ്മാണം എന്ന് തുടങ്ങാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്നാൽ ഭവന പദ്ധതിക്കായി വാങ്ങിയ സ്ഥലം ജന്മപട്ടയമുള്ള ഭൂമിയാണെന്നും രേഖകളെല്ലാം ഹാജരാക്കുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. ഒരു കാര്യം 100% തീർച്ചയാണ്. ഞങ്ങൾ പുനരധിവാസത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ഭൂമി അത് പട്ടയ ഭൂമിയാണ്. അത് മിച്ച ഭൂമിയല്ല, അത് തോട്ടഭൂമിയല്ല, ബിൽഡിംഗ് നിർമ്മാണത്തിന് തടസ്സം ഉള്ള ഭൂമിയല്ല. വളരെ ക്ലിയറായിട്ട് 100% ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ ഭൂമി വാങ്ങിച്ചിട്ടുള്ളത്. ദുരന്തബാധിതർക്ക് അനുയോജ്യമായ സ്ഥലമല്ല പദ്ധതിക്കായി വാങ്ങിയതെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. കുറഞ്ഞ വിലയുള്ള ഭൂമി ഇരട്ടിയിലേറെ തുക നൽകിയാണ് വാങ്ങിയതെന്നും ആരോപണമുണ്ട്. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശാബ്ദങ്ങളുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തത് അധിക ചിലവുണ്ടാക്കിയെന്നും വിമർശനമുണ്ട്. എന്നാൽ കുറഞ്ഞ വിലയ്ക്ക് തോട്ടഭൂമി ലഭിക്കുന്ന സാഹചര്യമുണ്ടായിട്ടും നിയമപ്രശ്നം ഒഴിവാക്കാനാണ് ഉയർന്ന തുക നൽകി വെള്ളിത്തോട് ഭൂമി വാങ്ങിയതെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഈ സ്ഥലം അന്വേഷിച്ച് പോയപ്പോൾ ഞങ്ങൾ പല സ്ഥലങ്ങളും വില കുറച്ച് സ്ഥലം നോക്കാൻ വേണ്ടി ഉൾഭാഗത്തേക്കാണ് പോയത്. അപ്പോൾ ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും വിമർശനമല്ല, ഈ ഗുണഭോക്താക്കളായിരിക്കുന്ന ആളുകളും അതുപോലെ ആ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ ഒരു സൗകര്യപ്രദമായ സ്ഥലം എന്ന നിലയ്ക്ക് ഞങ്ങൾ പല സ്ഥലവും നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഭൂമി കണ്ടെത്താൻ ഞങ്ങൾക്ക് അല്പം വൈകി. അത് കണ്ടെത്തിയ ഭൂമി കുറ്റമറ്റതാണ്, എല്ലാവർക്കും പൊതുവെ സ്വീകാര്യമായ ഒരു ഭൂമിയാണ്. അല്ലാതെ അതിൽ വേറെ രീതിയിലുള്ള ഞങ്ങൾ അവരെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിച്ചു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ലെന്ന് ആവർത്തിക്കുമ്പോഴും ജാഗ്രതാ കുറവുണ്ടായിട്ടുണ്ടെന്ന് ലീഗിലെ ഒരു വിഭാഗം പറയുന്നു. സർക്കാരിന്റെ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ലീഗിന്റെ ഭവന പദ്ധതി നടപ്പാകുമോ എന്ന ഭയമാണ് നിലവിലെ തടസ്സങ്ങൾക്ക് പിന്നിലെന്നും ലീഗ് നേതൃത്വം ആരോപിക്കുന്നു. ക്യാമറ പേഴ്സൺ റിന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.